ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. 5 മണിക്കൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ 5 മണിക്ക് എണീറ്റപ്പോൾ ഒന്ന് വെളിച്ചം വെച്ചപ്പോൾ ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് ചെറുതായി ഒന്ന് വെളിച്ചം വരുന്നത് കേട്ടോ. 6 മണി 6:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ. നല്ല മടിയായിരുന്നു. ഇന്ന് കിച്ചണിലോട്ട് പോകാൻ തന്നെ നല്ല മടിയായിരുന്നു. അപ്പം ഞാൻ 5 മണിക്ക് എണീറ്റ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മിണ്ടാതെ കുറച്ച് നേരം വാട്സപ്പൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ. വാട്സപ്പിൽ എന്താ നോക്കുന്നത് എന്ന് വെച്ചാൽ ഇന്നെങ്ങാനും സ്കൂളില്ലെങ്കിലോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നല്ല മടിയായിരുന്നു. കിച്ചണിലേക്ക് കയറിയിട്ട് ഇനിയിപ്പോൾ ഓരോന്ന് ഉണ്ടാക്കാൻ നിൽക്കണ്ടേ, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണ്ടേ, സ്കൂളിലേക്കുള്ള റെഡിയാക്കണ്ടേ, ഒരുപാട് മടിയായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം നോക്കിയിരുന്നു. പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നേരെ കിച്ചണിലോട്ട് ഒരു 6 മണി ആയപ്പോഴാണ് കേട്ടോ ഞാൻ കയറിയത്. ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് ടൊമാറ്റോ റൈസില്ലേ അതാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. പിന്നെ വേറൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല. ഉപ്പേരിയും ചോറും കറിയും ഒന്നും ഉണ്ടാക്കാനായിട്ട് നിന്നില്ല കേട്ടോ. ഇത് തന്നെ ഞാൻ മടിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. പിന്നെ സ്കൂളുള്ള ദിവസങ്ങളിൽ ശരിക്കും കുട്ടികളെക്കായി മടി പാരൻസിനായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ എണീക്കുന്നതിന് മുന്നേ നമുക്ക് എണീക്കണം, പണികളൊക്കെ റെഡിയാക്കണം, എന്നിട്ട് വേണം അവരെ വിളിക്കാനായിട്ട്. അപ്പോൾ ചില ദിവസങ്ങളിൽ നല്ല മഴയുള്ള ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എണീക്കാൻ തന്നെ തോന്നില്ല. നല്ല തണുപ്പൊക്കെ അല്ലേ, സുഖമായി ഉറങ്ങാമെന്ന് കരുതും. പിന്നെ എന്തായാലും നമ്മൾ 5 മണിക്ക് എണീക്കണമല്ലോ, അതുകൊണ്ട് എണീക്കുന്നതെന്ന് തന്നെ ഉള്ളൂ. അങ്ങനെ സവാളയൊക്കെ അരിഞ്ഞു കഴിഞ്ഞു. തക്കാളിയൊക്കെ ഇനി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്കുള്ള റൈസ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. എങ്കിലും അവൾക്ക് കഴിക്കാനും ഇത് തന്നെയാണ് കൊടുത്തു വിട്ടത് കേട്ടോ. പിന്നെ വേറൊന്നും ഉണ്ടാക്കാനൊന്നുമില്ല. ഞാനിത് തന്നെയാണ് കഴിച്ചത് രാവിലെ. പിന്നെ ഉമ്മാക്ക് മാത്രം കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി കേട്ടോ. അങ്ങനെയിപ്പോൾ ചായക്കുള്ള പാല് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനുള്ള എണ്ണയും ഒക്കെ കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വേകാനായിട്ട് മൂടി വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ എല്ലാം ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇതിലേക്ക് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് മുജിക്ക ഉച്ചയ്ക്ക് വന്നപ്പോഴും കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് അത് തന്നെയാണ് കേട്ടോ കഴിച്ചത്. എന്തായാലും മുജിക്കാക്കും നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്കും എനിക്കും കുറച്ചുണ്ടായിരുന്നു. ഞാനും ഇത് കുറച്ച് കഴിച്ചു, ബാക്കി സാധാ ചോറ് കഴിച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇനി അയൺ ചെയ്യാനുണ്ട്. അതൊക്കെ ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ്. യൂണിഫോം ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ് കേട്ടോ. യൂണിഫോം അയൺ ചെയ്യാൻ ഭയങ്കര പണിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്ലീറ്റൊക്കെ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ അയൺ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ലഞ്ചും സ്നാക്സൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ലഞ്ചിന് ഈ ടൊമാറ്റോ റൈസും പിന്നെ ഒരു മുട്ടയൊന്ന് പൊരിച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അതുകൂടി ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലഞ്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്നാക്സാണ് റെഡിയാക്കാനുള്ളത്. ഇനി സ്നാക്സിനായിട്ട് 2 ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മേരി ബിസ്ക്കറ്റില്ലേ അതുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്നാക്സും ലഞ്ചും അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലും എല്ലാം തന്നെ റെഡിയാക്കി സ്നാക്സ് ലഞ്ച് കിറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ അവളുടെ എല്ലാം തന്നെ പാക്ക് ചെയ്ത് അവളെയൊക്കെ റെഡിയാക്കി അവളുടെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. അതിൻ്റെ ഇടയിൽ അവൾ എന്താണ് വെക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട് അടുത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ റൈമോളിനെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞയച്ചു വിട്ട് അപ്പോഴേക്കും തനിമോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൾക്കുള്ള ഫുഡ് കൊടുത്ത് അവളെ കുളിപ്പിച്ച് ഉറക്കിയതിന് ശേഷമാണ് വീണ്ടും ഞാൻ കിച്ചണിലോട്ട് വരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ കറിക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കുകയാണ് കേട്ടോ. തക്കാളിയും അതുപോലെ കുമ്പളങ്ങയും പിന്നെ പച്ചമുളക് എല്ലാം തന്നെ ഒന്ന് എടുത്തു വെക്കുകയാണ്. ഇന്നിപ്പോൾ കുമ്പളങ്ങ കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കേക്ക് റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. വീറ്റ് ഫ്ലോറും അതുപോലെ തന്നെ നേന്ത്രപ്പഴമൊക്കെ ഇട്ടിട്ടുള്ള കേക്ക്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ കേക്ക്.
അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഓരോരുത്തർ ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയായിരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇനിയും ഇതുപോലെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾക്ക് പ്രധാനമായിട്ട് വേണ്ടത് കേട്ടോ. ഞാനിടുന്ന ഇതുപോലെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ എന്തായാലും സക്സസ് ആവുന്ന റെസിപ്പീസ് ഇടുള്ളൂ. ഞാൻ സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ അത് സക്സസ് ആയില്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ചെയ്തത് സക്സസ് ആയില്ലെങ്കിൽ നമ്മൾ സക്സസ് ആയി എന്നും പറഞ്ഞ് നുണ പറഞ്ഞിട്ട് നമ്മൾ റെസിപ്പി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അവർ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് ബാഡായിട്ട് വന്നു കഴിഞ്ഞാൽ അതും നമുക്ക് തന്നെയല്ലേ ഒരിത്. കാരണം നമ്മൾ മൂലം അവരുടെ സാധനങ്ങൾ നഷ്ടപ്പെടുകയാണ് അതുമൂലം. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇതാ കുമ്പളങ്ങയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുമ്പളങ്ങയൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷമാണ് ഓർമ്മട്ടോ. ഉരുളക്കിഴങ്ങ് നേരാക്കിയില്ല. ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇടേണ്ടതായിരുന്നു, ഓർമ്മ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് അതുകൂടി തൊലി കളഞ്ഞു. എന്നിട്ട് ഇതാ ഞാൻ അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിരുന്ന കുക്കർ ഇപ്പോൾ വിസിൽ വരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ പുതിയ കുക്കർ വാങ്ങി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് വാങ്ങിയിട്ട് ഏകദേശം 3 വർഷമൊക്കെ ആവാറായിട്ടോ. അപ്പോൾ ഇത് ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കുമ്പോൾ കിട്ടിയ കുക്കറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പഴയ കുക്കർ കേട് വന്നതിന് ശേഷം ഉപയോഗിക്കാമെന്ന് കരുതി. രണ്ടും കൂടി ഒപ്പം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടും ഒപ്പം കേട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുതിയത് വാങ്ങേണ്ടി വരും. അതിന് നല്ലത് ഒന്ന് കേട് വന്നതിന് ശേഷം അടുത്തത് എടുക്കുന്നതാണല്ലോ. അങ്ങനെ ഞാൻ കുക്കർ ഒക്കെ അഴിച്ച് നോക്കി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ വിസിലില്ലേ, വെയിറ്റ് അതുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഇനി എങ്ങാനും ഇത് തന്നില്ലായിരുന്നോ എന്നൊക്കെ കരുതി കേട്ടോ. അപ്പം ഇനി അറിയില്ല ഇനിയിപ്പോൾ ഇന്ന് പോയതാണോ എന്ന് അറിയില്ല. കാരണം 3 വർഷമായില്ലേ, ഓർമ്മയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ കുറേ തിരഞ്ഞു വന്നിട്ട് വിസിലൊന്നും കാണാനുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ പഴയ കുക്കറിൻ്റെ വിസിലെടുത്തിട്ട് ഇട്ടു കേട്ടോ. പിന്നെ ഞാൻ വിസിൽ കളഞ്ഞൊരു ഓർമ്മയാണ് കേട്ടോ എനിക്ക്. കാരണം ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുക്കറിൻ്റെ വിസിലിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കിതുപോലെ അല്ലറ ചില്ലറ സാധനങ്ങളൊന്നും എടുത്ത് വെക്കുന്ന സ്വഭാവമില്ല കേട്ടോ. എനിക്ക് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ പഴയ സാധനങ്ങൾ കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ വേസ്റ്റിലോ കൊണ്ടിടും കേട്ടോ. അതായത് ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് അല്ലറ ചില്ലറ സാധനങ്ങളും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും കണ്ടെടുത്ത് കളയുന്ന ആളാണ്. ഒന്നും എടുത്ത് വെക്കുന്ന ശീലം എനിക്കില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം കളയും. എന്നാൽ ഉമ്മ നേരെ തിരിച്ചാണ്. ഉമ്മ എന്തൊരു ചെറിയ സാധനം കണ്ടാലും അത് എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ എങ്ങാനും എവിടെയെങ്കിലും എടുത്ത് വെച്ചോ എന്നുള്ളൊരു ഓർമ്മയിൽ കുറേ ഞാൻ തിരഞ്ഞു നോക്കി. പക്ഷേ കിട്ടിയില്ല. അവസാനം പഴയ കുക്കറിൻ്റെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്തായാലും അത് കുഴപ്പമുണ്ടായിരുന്നില്ല. അതെന്തായാലും വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ കുക്കറിലേക്കുള്ള പരിപ്പും കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ പരിപ്പ് കറിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും സിമ്പിളാണ്. കുക്കറിലെല്ലാം കൂടി ഇട്ടിട്ട് അങ്ങോട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ കറി റെഡിയാകും. അതുകൊണ്ട് ഞാൻ എപ്പോഴും കുക്കറിൽ തന്നെയാണ് വെക്കുക. പിന്നെ അടുപ്പ് ഒഴിവാണെന്നുണ്ടെങ്കിൽ അടുപ്പിൽ തന്നെ വെക്കാറുണ്ട്. പിന്നെ അടുപ്പ് ഒഴിവല്ല, അടുപ്പിൽ ഇപ്പോൾ ചോറുള്ളത് കാരണം കൊണ്ട് അപ്പോൾ അടുപ്പിലേക്ക് വെക്കാനും പറ്റില്ല. എന്തായാലും കുക്കറിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കാമല്ലോ എന്ന് കരുതി. പിന്നെ ഇന്ന് ഒരുപാട് ലേറ്റാണ്. എല്ലാ കാര്യവും ഇന്ന് ലേറ്റാണ് കേട്ടോ. കാരണം കുറച്ച് നേരം മടിച്ച് ഞാൻ രാവിലെ ഇരുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ഇന്നത്തെ എൻ്റെ ലേറ്റാണ് കേട്ടോ. ഇപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നത് തന്നെ 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ തനിമോൾക്ക് ഫുഡ് കൊടുക്കാനും ഒക്കെ കുറേ നേരമായി. കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാൻ തന്നെ വേണം 1 മണിക്കൂർ. പിന്നെ അവൾ കഴിച്ചിട്ടുമില്ല കേട്ടോ. കഴിച്ചത് മുഴുവൻ ഛർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇതാ പിന്നെ ഇത് ടൈറ്റ് ആക്കാൻ നല്ല പാടുണ്ട് കേട്ടോ. കാരണം പുതിയ കുക്കറല്ലേ, അതിൻ്റെ വാഷറൊക്കെ പുതിയതായതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. എങ്ങനെയൊക്കെയോ നെക്കി പിടിച്ച് ഞാൻ ടൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ചോറ് രാവിലെ ഉണ്ടാക്കിയ ടൊമാറ്റോ റൈസ് ഇല്ല, അതൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കുകയാണ്. എല്ലാം ഒന്ന് പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് കരുതി. അങ്ങനെ അതൊക്കെ ഒഴിച്ച് പാത്രത്തിലാക്കി മാറ്റി വെച്ചു. പിന്നെ ഇതാ എനിക്ക് എപ്പോഴും ഉള്ള ശീലമാണ് കേട്ടോ ഇത്. എന്തെങ്കിലും അടുപ്പത്ത് വെച്ച സമയത്ത് തന്നെയാണ് ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യുക. ഗ്യാസ് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇടയ്ക്ക് കൈ പൊള്ളാറൊക്കെ ഉണ്ട് കേട്ടോ. എന്നെപ്പോലെ ഇതുപോലെ പൊട്ടത്തരം കാട്ടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇപ്പോൾ ഇതാ
പാലൊന്ന് കാച്ചി വെക്കാനുണ്ട്. രാവിലെ ഞാൻ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ തലേ ദിവസത്തെ പാല് ഫ്രിഡ്ജിലുണ്ടായിരുന്നു കാച്ചി വെച്ചത്. അതുകൊണ്ടാണ് കേട്ടോ രാവിലെ ചായ വെച്ചത്. അങ്ങനെ കറിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയിരിക്കുന്ന സമയത്താണ് പിന്നെ മുജുക്ക വന്നത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കൂടെ ചെമ്മീനും ഉണ്ടായിരുന്നു കേട്ടോ. ചെമ്മീൻ ഇന്ന് വില കുറവായതുകൊണ്ട് ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. 150 രൂപ എന്തോ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ചെമ്മീൻ്റെ വില. എപ്പോഴും ചെമ്മീൻ കണ്ടാൽ വാങ്ങാതിരിക്കില്ല. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ചെമ്മീൻ. അതുപോലെ ഞണ്ട്, കൂന്തൽ ഇതൊക്കെ എന്തായാലും കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ മീനൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ചെമ്പല്ലി മീനാണ് കേട്ടോ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകിയെടുത്തു. ഇനിയിപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലി മാത്രമേ കളഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി അതൊന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കേണ്ടതുണ്ട്. വലുത് മാത്രം ജസ്റ്റ് ഒന്ന് നടുകയൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മീനൊക്കെ കഴുകി വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഇതൊക്കെ ഒന്ന് മസാല ഇട്ടിട്ട് ഇനിയിപ്പോൾ ഒന്ന് പൊരിച്ചെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഇപ്പോൾ മീനൊന്ന് പൊരിച്ചെടുക്കുകയാണ്. ഇന്ന് നല്ല ലേറ്റ് ആയിട്ടുണ്ട്. മുജുക്ക വരാനും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മീൻ മസാല തേച്ച് വെച്ചതും പെട്ടെന്ന് തന്നെ ഞാൻ മീനൊക്കെ പൊരിച്ചെടുത്തു. അങ്ങനെ മീൻ പൊരിക്കലൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഇനി വൈകുന്നേരത്തുള്ള കലാപരിപാടികളാണ് കേട്ടോ. വൈകുന്നേരം എപ്പോഴും ഇതേപോലെ തന്നെയാണ്. മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ റയമോളിനെ പഠിപ്പിക്കാനായിട്ട് ഇരുത്തിയേക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ ട്യൂഷന് പോയി വന്നതിന് ശേഷമാണ് പഠിക്കാനിരിക്കുന്നത്. അപ്പോൾ ഒരു 7:30 മണിയായിട്ടുണ്ട് കേട്ടോ അവൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ. അപ്പോൾ അവൾ പഠിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവൾ ട്രെയിൻ വരച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കാണിച്ചു തരികയാണ് കേട്ടോ. അതെന്തായാലും കാണിക്കുമെന്ന് പറഞ്ഞിട്ട് അതാണ് കേട്ടോ കാണിച്ചു തന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ തനിമോൾ നിൽക്കുന്നുണ്ട്. അവളുടെ ബുക്ക് പിടിച്ച് വലിക്കുകയാണ് കേട്ടോ. എപ്പോഴും റയമോൾ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവൾ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ കുറച്ച് ദിവസം പോവാത്തത് കൊണ്ട് തന്നെ കുറച്ച് പെൻഡിങ് ഒക്കെ ഉണ്ട് കേട്ടോ. നോട്ട്സൊക്കെ കുറച്ച് പെൻഡിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇനി കവർ ചെയ്തെടുക്കുകയൊക്കെ വേണം. തനിമോൾ റയമോളിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അവൾ പരാതി പറയാണ്. അപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട് ചൂണ്ടിക്കാണിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.